നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും അംഗീകരിക്കപ്പെടാത്തതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരുപാട് ദുഃഖമാണ്. ഒരുപാട് നാടകങ്ങൾ കാണേണ്ട സാഹചര്യമാണെന്നും അദ്ദേഹം ഇന്ന് പരിതപിച്ചത് നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചു. പക്ഷേ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി. സംസ്ഥാനത്തെ 4 സുപ്രധാന ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയകൾ ഈ നിമിഷം പ്രതിസന്ധിയിലാണ്. ആശങ്കയിലാണ് സാധാരണക്കാരായ രോഗികൾ. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഒപ്പം മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ അതിതീവ്ര മഴയെന്നാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ. ഉപകരണ വിതരണ കരാറുകൾക്കുള്ള കുടിശ്ശിക നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ. സൗജന്യ ചികിത്സ നൽകിയതിന്റെ ഭാഗമായാണ് പ്രതിസന്ധിയെന്ന് ആരോഗ്യമന്ത്രി. സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം ഏകീകരിച്ചു. ഷിഫ്റ്റിന്റെ സമയരീതിയിൽ മാറ്റം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. ഗൂഢാലോചന നടന്നുവെങ്കിൽ അന്വേഷിക്കണമെന്ന് കോടതി. കേസ് നവംബർ 15 വീണ്ടും പരിഗണിക്കും. ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി. പോറ്റിയുടെ കൂട്ടാളി അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വീണ്ടും ഹാജരാകണം. സംസ്ഥാനത്ത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. ഇന്ന് 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ലെന്നും ഗുണമില്ലാത്ത കാര്യങ്ങൾ എതിർക്കുന്ന മനോഭാവമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാമർശം കോഴിക്കോട് കല്ലുത്താൻകടവിൽ പുതിയ പച്ചക്കറി മാർക്കറ്റ് ഉദ്ഘാടനത്തിനിടെ. പാളയത്തെ മാർക്കറ്റ് മാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികളും കയറ്റിറക്ക തൊഴിലാളികളും. പോലീസുമായി ഉന്തും തള്ളും കരിദിനമായി ആചരിച്ച് കച്ചവടക്കാർ. PM ശ്രീ പദ്ധതിയിലെ വിയോജിപ്പ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കാൻ CPI മന്ത്രിമാർ. തമിഴ്നാട് മോഡൽ നിയമ പോരാട്ടം നടത്തണമെന്ന ആവശ്യം. CPIയെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി CPM. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 8 ദിവസത്തെ മേളയിൽ 20,000-ലധികം കുട്ടികൾ പങ്കെടുക്കും. മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ. സംസ്ഥാനത്തെ 4 പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലെന്ന റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. ഉപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് കരാറുകാരുടെ കുടിശ്ശിക നൽകാനുള്ള സമയപരിധി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അവസാനിച്ചു. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും മുഴുവൻ ഉപകരണങ്ങളുടെയും സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്നാണ് വിതരണക്കാർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം സൗജന്യ ചികിത്സ നൽകിയതിന്റെ ഭാഗമായാണ് ഈ പ്രതിസന്ധിയെന്നും സർക്കാർ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരുടെ ഹൃദയതാളം നിലച്ചു പോവുകയാണ്. 4 പ്രധാനപ്പെട്ട ആശുപത്രികൾ, അതിൽ 3 മെഡിക്കൽ കോളേജുകൾ, ഒരു എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരെ അങ്ങേയറ്റം ബാധിക്കുന്നു. ഈ കരാറുകാരുടെ കുടിശ്ശിക നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. പക്ഷേ അവരുമായി ഇപ്പോഴും ഒരു ചർച്ച നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാനായി. അതിനിടെയും ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം അങ്ങേയറ്റം കൗതുകകരമാകുന്നു. സൗജന്യ ശസ്ത്രക്രിയ നടത്തുന്നത് കൊണ്ടാണത്രേ ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ കരാറുകാർക്ക് സ്റ്റോക്ക് നൽകാൻ വൈകുന്നത്. തീർച്ചയായും സ്വപ്ന പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ്റെ ഹൃദയതാളം തെറ്റുകയാണ്. ഈ ഉപകരണങ്ങൾ വിതരണം അത് നിർത്തിവെച്ച് ആ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു സമയപരിധി 12 മണിക്ക് അവസാനിച്ചു. ആ സമയപരിധി പിന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി വിതരണക്കാരുടെ കമ്പനികളുടെ പ്രതിനിധികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച ഏറെക്കുറെ ഒരു അരമണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ചർച്ച ഇപ്പോഴും തുടരുന്നു. ചർച്ചയ്ക്ക് ശേഷം മാത്രമേ എന്താണ് അവരുടെ നിലപാട്, ഒരു സമവായം ഉണ്ടായോ, അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പരിഹാര ഫോർമുലയുമായി അവർ ആ പരിഹാര ഫോർമുലയോട് വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറാണോ, അവരുടെ നിലപാട്, വിതരണക്കാരുടെ കമ്പനിയുടെ നിലപാട് ഇനി എന്താകും, അതിനെ ആശ്രയിച്ചായിരിക്കും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളുടെയും ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചികിത്സകളുടെ സംവിധാനം ഇനി മുന്നോട്ട് പോവുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഉപകരണങ്ങളും, സ്റ്റെന്റ് അടക്കമുള്ള മുഴുവൻ
മുഴുവൻ ഉപകരണങ്ങളുടെ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഈ അവസാന ഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു തവണയും കൂടി ആശുപത്രി സൂപ്രണ്ടുമാരടക്കമുള്ളവരുമായി ചർച്ച നടക്കുന്നത്. കോഴിക്കോടും സമാന രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ്. കാരണം പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും ഒരേ സമയത്താണ് 12 മണി സമയത്ത് ഇവർ ഈ സമയപരിധി കഴിഞ്ഞോടുകൂടി ആ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കാനുള്ള നീക്കം നടത്തുകയാണ്. പക്ഷേ ഈ ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഏറെക്കുറെ ഇവരുമായി സമവായത്തിലെത്താൻ തന്നെയാകും സർക്കാർ തീരുമാനിക്കുക. കാരണം ആ രീതിയിൽ ഏതെങ്കിലും ഒരു കടുംപിടുത്തത്തിലേക്ക് വിതരണക്കാരുടെ കമ്പനി പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയുടെ സംവിധാനങ്ങളെ തന്നെ സർക്കാർ ആശുപത്രികളുടെ സംവിധാനങ്ങൾ പൂർണ്ണമായും താറുമാറാകുന്ന അല്ലെങ്കിൽ തകിടം മറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഒരു കാരണവശാലും സർക്കാർ അതിന് ആ രീതിയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കമ്പനിക്കാർ പറയുന്നവർക്ക് 159 കോടി രൂപയാണ് കുടിശ്ശിക. അതിൽ പല തവണയായി ഈ സർക്കാർ ഓരോ സമയപരിധി വയ്ക്കുന്നു. ആ സമയപരിധി പല തവണയും ഇവർ കീഴടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു സമയപരിധി കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഇവർ പറയുന്നു. ഇത്രയേറെ കുടിശ്ശിക വന്നപ്പോൾ സെപ്റ്റംബർ 1 ആയപ്പോൾ സെപ്റ്റംബർ 1 പുതിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ അവർ ഒരു സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്തിരുന്നില്ല. ഇപ്പോൾ അവർ തിരിച്ചെടുക്കുന്നത് മുമ്പ് വിതരണം ചെയ്ത ആ സ്റ്റോക്കുകളാണ് തിരിച്ചെടുക്കുന്നത്. സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇനി ഒരു അടി പോലും സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായ ഈ രീതിയിൽ ചർച്ച നടക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് രോഗികൾക്ക് അല്ലെങ്കിൽ ആശുപത്രിക്ക് അനുകൂലമാകുന്ന രീതിയിൽ തന്നെയാകും, ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകില്ല എന്ന് തന്നെ എല്ലാം ശുഭകരമായി അവസാനിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു രോഗികളുടെ സാധാരണക്കാരുടെ ഒരു വിഷയമാണ്. ഇവിടെ നേരത്തെ സ്വപ്നം സൂചിപ്പിച്ചല്ലോ, മന്ത്രി പറയുന്നത് ഇപ്പോൾ സൗജന്യമായ ചികിത്സ നൽകിയത് കൊണ്ട് മാത്രമല്ല ഈ 4 മെഡിക്കൽ കോളേജുകളാണ് ഏറ്റവും അധികം ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഉപകരണങ്ങളുടെ ആവശ്യം. അതുകൊണ്ടാണ് ഈ രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അതായത് ആരോഗ്യ വകുപ്പിനെ ഒരു രീതിയിൽ പോലും ബാധിക്കാത്ത രീതിയിലാണ് ആ രീതിയിലാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഈ കമ്പനി പ്രതിനിധികളും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആശുപത്രി സൂപ്രണ്ടുമായുള്ള ചർച്ച നടന്നതിന് ശേഷം എന്താകും അവരുടെ നിലപാട്, അവർ ഇനി ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം, അതോ അവർ അയഞ്ഞു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനം. ചർച്ചകളെല്ലാം പുരോഗമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിൽ സമവായമാകട്ടെ, തീരുമാനമാകട്ടെ, കുടിശ്ശിക വിതരണം ചെയ്യാനുള്ളതെല്ലാം അത് സംബന്ധിച്ച തീരുമാനമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മൺഫിൽറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. ആരോഗ്യമേഖലയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ ഡ്യൂട്ടി സമയം ഏകീകരിച്ച് സർക്കാർ. നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി സർക്കാരിൻ്റെ ഉത്തരവ്. പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തും. സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഏറെ ആശ്വാസകരവും പ്രയോജനകരവുമാകുന്ന ഉത്തരവാണ് തൊഴിൽ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രിക്ക് സമാനമായി സ്വകാര്യ ആശുപത്രികളിലും ഡ്യൂട്ടി സമയം ഏകോപിപ്പിച്ചിരിക്കുകയാണ്. പകൽ 6 മണിക്കൂറും രാത്രി 8 മണിക്കൂറും ഡ്യൂട്ടി ഷിഫ്റ്റാക്കിയാണ് ഉത്തരവ്. പകൽ 6 മണിക്കൂർ വീതം 2 ഷിഫ്റ്റാണ്. ഇതിനു പുറമെ അധിക സമയം ഡ്യൂട്ടി എടുക്കുമ്പോൾ ഓവർ ടൈം അലവൻസ് നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 100 കിടക്കകളിൽ അധികമുള്ള സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ഇതുവരെ പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. പുതിയ ഉത്തരവ് വരുന്നതോടുകൂടി കിടക്കകളുടെ എണ്ണം നോക്കാതെ ഷിഫ്റ്റ് സമ്പ്രദായം എല്ലാ ആശുപത്രികളിലും ഒരുപോലെ ബാധകമാകും. നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സർക്കാർ. വീരകുമാർ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് 2021 പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ എല്ലാ ആശുപത്രികൾക്കും ബാധകമാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കോടതി അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതി വിലയിരുത്തി. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഇതിപ്പോൾ പുതിയതായി ഹൈക്കോടതി പറയുന്നു ഗൂഢാലോചനയുണ്ട്, ഇത് വൻ സ്വർണ്ണ കവർച്ച തന്നെയാണ്, അത് SITയുടെ റിപ്പോർട്ട് ഉറപ്പിക്കുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന്. മാത്രമല്ല ഈ അന്വേഷണത്തിലെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന്, അത് അതുപോലെ കൊണ്ടുപോകണമെന്ന് കോടതി ആവർത്തിക്കുകയാണ്. തീർച്ചയായും സ്വപ്ന, ഇതിൽ വർഷങ്ങൾ നീണ്ട ഒരു ഗൂഢാലോചനയും ആസൂത്രണവുമുണ്ട് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ എന്നുള്ളത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ശബരിമല പോലുള്ള ഒരു സന്നിധാനത്തിൽ നിന്നും ഇത്രയും കിലോ കണക്കിന് സ്വർണം കൊണ്ടുപോകുകയോ അപഹരിക്കുകയോ ചെയ്യാൻ സാധിക്കില്ല. അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയും സംശയിക്കുന്നതെന്നല്ല, ഏകദേശം ഇക്കാര്യത്തിലുള്ള ഗൂഢാലോചന ഉദ്യോഗസ്ഥരിലേക്ക് എത്താത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു
ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അന്വേഷണത്തിന്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുവാൻ ഹൈക്കോടതി വീണ്ടും വീണ്ടും പറയുന്നത് പ്രധാനമായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകരുത്. ഈ ഗൂഢാലോചന നടത്തിയവർ അല്ലെങ്കിൽ ഈ സ്വർണം ഒളിപ്പിച്ചവർ ഇവർ ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാൻ ഉള്ള അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ, കാരണം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണ റിപ്പോർട്ടിന്റെയും അതിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്ന ആളുകൾ അവരിലേക്ക് എത്താനുള്ള വഴി ഇതെല്ലാം പരസ്യമായി കഴിഞ്ഞാൽ അന്വേഷണത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതി നേരിട്ട് ഈ കാര്യം പരിശോധിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി അടച്ചിട്ട മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് ഈ കാര്യം പരിശോധിച്ചപ്പോൾ അഭിഭാഷകരെ പോലും, അതായത് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനെ പോലും അകത്ത് കയറ്റിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ നിർബന്ധ ബുദ്ധി തന്നെ അതിൽ നിന്ന് വ്യക്തമാണ്. അതിന്റെ കാരണം അന്വേഷണം നല്ല സുതാര്യമായി നടക്കുവാൻ വേണ്ടി തന്നെയാണ്. ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് കടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളതും വ്യക്തമായി. അതിനും എല്ലാം വ്യക്തമായ തെളിവുകളും രേഖകളും ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു രഹസ്യാത്മകമായിട്ടുള്ള അന്വേഷണം നടത്തുവാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ SIT സംഘം ചോദ്യം ചെയ്തെന്നിപ്പോൾ വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചത്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അനന്ത സുബ്രഹ്മണ്യം പിന്നീട് പാളികൾ നാഗേഷിന് കൈമാറിയെന്നാണ് നിഗമനം. സംസ്ഥാനത്ത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട്. കിരൺ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കിരൺ, ഈ കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പുകളൊക്കെ മാറി മാറി വരികയാണ്. എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? സ്വപ്ന, എറണാകുളം ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ചെറിയ മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ശക്തമായ മഴയായിരുന്നു പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് സ്ഥലങ്ങളിലും വെള്ളക്കെട്ടടക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ ശക്തമായ സാഹചര്യത്തിൽ രാവിലെ 3 മണിക്കൂർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് യെല്ലോ അലർട്ടാണ് ജില്ലയിൽ, ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. നിലവിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കിഴക്കൻ മേഖലയിലേക്ക് അനാവശ്യ യാത്രകളടക്കം ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ മഴ ശക്തമാവുകയാണെങ്കിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. പുലർച്ചെ പെയ്ത മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തടക്കം വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഈ പരിസരത്തുള്ള തൊഴിലാളികൾ, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ വന്ന് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തുകയുണ്ടായിരുന്നു. കാണകൾ മറ്റും ക്ലീൻ ചെയ്തുകൊണ്ടായിരുന്നു ഈ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിരുന്നത്. ഏതായാലും ഇനിയും വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ കിഴക്കൻ മേഖലയോടൊപ്പം തന്നെ ജില്ലയുടെ തീരദേശ മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുമ്പോൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും എറണാകുളത്തിന് പുറമെ തന്നെ ഇടുക്കിയിലടക്കം ഉള്ള ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സ്വപ്ന. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് ക്ഷേത്രമുറ്റം അടിച്ചു വാരുന്നതിനിടെ മരക്കൊമ്പ് പൊട്ടി തലയിൽ വീണ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പന്നിയങ്കര സ്വദേശി ശാന്തയാണ് മരിച്ചത്. മായമ്പള്ളി ദേവീക്ഷേത്രത്തിന് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ശാന്തയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. പാളയം മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ ഒരു വിഭാഗം വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളുമാണ് പ്രതിഷേധവുമായി ഇറങ്ങിയത്. കല്ലുത്താൻ കടവിൽ ന്യൂ പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ
പാളയത്ത് പ്രതിഷേധം തുടങ്ങി. പച്ചക്കറി മാർക്കറ്റ് MML റോഡിൽ നിന്ന് മാറ്റുന്നതിനെതിരെ ഒരു വിഭാഗം വ്യാപാരികളും CIT ഒഴികെയുള്ള ചുമട്ടുതൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പുതിയ പച്ചക്കറി മാർക്കറ്റിനെ പിന്തുണച്ച് CITയും പ്രകടനവുമായി എത്തിയതോടെ പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങളെത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് തടഞ്ഞു. പിന്നീട് സമരക്കാരെ അനുനയിപ്പിച്ച് പോലീസ് തിരിച്ചയച്ചു. 100 കണക്കിന് ആളുകളെ സാക്ഷിയാക്കി ന്യൂപാളയം പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് എല്ലാവരും ഒത്തുചേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഞങ്ങളില്ല എന്ന് ഒരു കൂട്ടർ അഡ്വാൻസായി പറയും. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അത്യാധുനിക മാർക്കറ്റിനോട് ചേർന്നുള്ള മൾട്ടി ലെവൽ മാർക്കറ്റ് മന്ത്രി MB രാജേഷും മാർക്കറ്റിലെ പച്ചക്കറി സംഭരണ കേന്ദ്രം മന്ത്രി PA മുഹമ്മദ് റിയാസും ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറി മാർക്കറ്റ് മാറ്റി സ്ഥാപിച്ചതോടെ പാളയത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാകുമെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. PM ശ്രീ പദ്ധതിയിലെ വിയോജിപ്പ് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കാൻ CPI മന്ത്രിമാർ തമിഴ്നാട് മോഡൽ നിയമ പോരാട്ടം നടത്തണമെന്നാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതേസമയം എതിർപ്പ് നിലനിൽക്കെ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്ത് CPIയെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. PM ശ്രീ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനം ഏകപക്ഷീയമെന്നാണ് CPIയുടെ വിമർശനം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിലെ കടുത്ത വിയോജിപ്പ് CPI മന്ത്രിമാർ അറിയിക്കും. മുൻപ് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വന്നപ്പോൾ എതിർപ്പിനെ തുടർന്ന് മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മറ്റു കേന്ദ്ര പദ്ധതികളുമായി സംസ്ഥാനം സഹകരിക്കുമ്പോൾ PM ശ്രീയിൽ മാത്രം മാറി നിൽക്കേണ്ടതില്ല എന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം PM ശ്രീയിൽ ഉൾപ്പെടാതെ തന്നെ കേന്ദ്രവുമായി നിയമപോരാട്ടം നടത്തി തമിഴ്നാട് സർക്കാർ SSI ഫണ്ട് നേടിയ കാര്യം CPI ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മോഡൽ പോരാട്ടം നടത്തണമെന്നാണ് CPI നിർദ്ദേശിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വന്നാൽ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്യപ്പെടുമെന്ന വാദം CPI ഉയർത്തുന്നു. എന്നാൽ അത്തരം ആശങ്കകൾ അസ്ഥാനത്താണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ന്യായീകരണം. മുന്നണിയിൽ ചർച്ച ചെയ്ത് CPIയെ അനുനയിപ്പിക്കാനാണ് CPMന്റെ നീക്കം. അതേസമയം എതിർപ്പ് ശക്തമായാലും പദ്ധതി നടപ്പാക്കും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാകും നിർണായകമാവുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവി മുംബൈയിൽ ഫ്ളാറ്റിന് തീപിടിച്ച 3 മലയാളികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. നവി മുംബൈയിലെ വാഷിയിൽ അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. പുലർച്ചെയോടെയാണ് ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത്. ജീവൻ നഷ്ടമായ 6 വയസ്സുകാരി വേദിക സുന്ദർ ബാലകൃഷ്ണൻ, മാതാപിതാക്കളായ സുന്ദർ ബാലകൃഷ്ണൻ, പൂജ രാജൻ എന്നിവർ തിരുവനന്തപുരം സ്വദേശികളാണ്. കമല ഹീരാലാൽ ജെയിനാണ് മരിച്ച 4ാമത്തെയാൾ. നവി മുംബൈയിലെ വാഷിയിൽ റഹേജ റെസിഡൻസിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 12:40 10ാം നിലയിലുണ്ടായ തീപിടുത്തം പെട്ടെന്ന് തന്നെ 11ഉം 12ഉം നിലകളിലേക്ക് പടരുകയായിരുന്നു. 14 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ചിലരുടെ നില ഗുരുതരമാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലം AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണെന്ന് വാഷി ഡിവിഷൻ ACP പറഞ്ഞു. 12 बजे अचानक आग लग गई 10वें फ्लोर पे, तो 11वां और 12वां फ्लोर तक गई. उसमें से टोटल मिलकर के 14 लोग जख्मी हो गए और उसमें से 4 लोग डेड हो गए. വാഷി, നെരുൾ, ഐരോലി മേഖലകളിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകൾ എത്തി മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ അണച്ചത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വാഷിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക്, അമൃത TV. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കുമെന്നത് നാട്ടുകാർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. നേരിയ മുൻതൂക്കത്തിന് UDF ആണ് പഞ്ചായത്ത് 5 വർഷം ഭരിച്ചത്. എന്നാൽ പുതിയ വാർഡുകൾ ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. വാശിയേറിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ 10 വാർഡുകളുടെ പിൻബലത്തിൽ UDF ആണ് ഭരണം നടത്തുന്നത്. തൊട്ടുപിറകിൽ 8 വാർഡുകളുമായി LDF ഉണ്ട്.
ഇനി ആകെ 18 വാർഡുകളുള്ളതിൽ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 20 ആകും. അപ്പോൾ പോരാട്ടവും കടുക്കും. കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ ഭരണമാണ് കാഴ്ചവെച്ചെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ഭരണസമിതി തന്നെ ഭരിക്കും. അങ്ങനെ എന്തായാലും സാധാരണ 5 വർഷത്തിലാണ് പോകുന്നത്. അങ്ങനത്തെ രീതിയിലാണ് പോകല്. പിന്നെ ഇപ്പോൾ പുതിയ വാർഡിൻ്റെ ഇതൊക്കെ വന്നല്ലോ, എങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഈ ഭരണസമിതി തന്നെ തുടരാൻ ചാൻസ് ഇല്ല. കണ്ടത് കുഴപ്പമില്ല, പോരായ്മകളും ഉണ്ട്. 10-8 ആണ് നിലവിലെ കക്ഷി നിലയെങ്കിലും ഇതിൽ ഒരു വാർഡ് LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലാണ് നഷ്ടമായത്. നേരിയ വ്യത്യാസം കഴിഞ്ഞ തവണ ഒരു വാർഡ് നറുക്കെടുപ്പിൽ കൂടിയാണ് UDFന് കിട്ടിയിട്ടുള്ളത്. ഈക്വൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈക്വൽ വോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നറുക്കെടുപ്പിൽ കൂടിയാണ് കിട്ടിയത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 കോൺഗ്രസ്, 2 ലീഗ്, ഒരു ജമാഅത്തെ ഇസ്ലാമി, ഇങ്ങനെയാണ് UDF ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. CPI 1, CPIM 7. കാരശ്ശേരിയിൽ പ്രതിപക്ഷവും ശക്തരായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാത്തതുൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF. സെക്രട്ടറി തന്നെ ഇവിടെ ഇല്ലാതായിട്ട് 10ാമത്തെ സെക്രട്ടറിയാണ് ഇവിടെ വന്നു പോയത്. കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് സെക്രട്ടറിയേ ഇല്ലായിരുന്നു. 16ാം വാർഡിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ടെറഫ് നിർമ്മാണം പൂർത്തീകരിച്ചു. അതുപോലെ പാലിയേറ്റീവ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഓഫീസ് കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമ്മൾ 15ാം വാർഡിൽ നല്ലൊരു കെട്ടിടം നിർമ്മിച്ചു. വാർഡ് വിഭജനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ജനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എല്ലാ മേഖലയിലും, അത് കാർഷിക മേഖലയിലാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, പൊതുമരാമത്ത് മേഖലയിലാവട്ടെ, അങ്ങനെ പാലിയേറ്റീവ് മേഖലയിലൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2020 മുതൽ 2025 വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു അഴിമതി പോലും നടത്താത്ത, ഒരു അഴിമതിയുടെ കറ പോലും ഇല്ലാതെ, ഒരു ആരോപണം പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതേസമയം വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളെന്നാണ് LDF ആരോപണം. ഈ കഴിഞ്ഞ 5 വർഷം കാരശ്ശേരിക്ക് നഷ്ടപ്പെട്ട 5 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വികസന പ്രവർത്തനവും നടത്താത്ത, ഒരു ഗ്രാമീണ റോഡ് നന്നാക്കാത്ത, സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള 6 കോടി രൂപ ലാപ്സാക്കിയ ഒരു പഞ്ചായത്ത്. 22 വർഷത്തോളം LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് 2010 മുതലാണ് UDFനോട് അനുഭാവം പ്രകടിപ്പിച്ചത്. എന്നാൽ 2015 LDF തിരിച്ചു പിടിച്ചു. 2020 ആകുമ്പോഴേക്കും വീണ്ടും ചിത്രം UDFന് അനുകൂലമായി മാറി. പുതിയ 2 വാർഡുകൾ കൂടെ ചേർക്കപ്പെടുന്നതോടെ LDF ഇപ്പോൾ പ്രതീക്ഷയിലാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും കൈവിടാതെ നോക്കാൻ UDFും കച്ചമുറുക്കുമ്പോൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പോരാട്ടവും കടുക്കും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളത്തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ ഗുരുപരമ്പരകളിൽപ്പെട്ട സന്യാസി ശ്രേഷ്ഠ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ധർമ്മസന്ദേശ് യാത്ര ഇന്ന് സമാപിക്കും. വൈകിട്ട് 4:30 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. യാത്ര ശ്രീകാര്യം എളംകുളം മഹാദേവ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭക്തജനങ്ങളും ക്ഷേത്രം അധികൃതരും ഉജ്ജ്വല സ്വീകരണം നൽകി. മണക്കാട് ചിന്മയ പത്മനാഭയിൽ നടക്കുന്ന ഹിന്ദു നേതൃത്വ സമ്മേളനത്തിൽ മാതാ അമൃതാനന്ദമയി മഠം കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ധർമ്മസന്ദേശ പ്രതിജ്ഞ ചൊല്ലി. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നും നമ്മുടെ മതമാണെന്ന് പറയും. മതം എന്ന വാക്കിനെ കണ്ടെത്താൻ വളരെ ചുരുക്കമായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അത് തന്നെ നമ്മൾ എന്നറിയുന്ന മതം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നു. ഹിന്ദു എന്നുള്ള മതം ഹിന്ദുസ്ഥാനിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള നാമമായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ ഗുരുപരമ്പരകളിൽപ്പെട്ട സന്യാസി ശ്രേഷ്ഠർ കാസർഗോഡ് നിന്നാണ് ഈ ധർമ്മസന്ദേശ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ഇന്ന് വൈകിട്ട് പരിസമാപ്തിയാവുകയാണ്. ഈ യാത്രയിലുടനീളം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സമകാലിക ലോകത്ത് ധർമ്മത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് അങ്ങേയറ്റം പരിഭാവനമായ സന്ദേശം തന്നെ നൽകുകയാണ് യാത്ര. അത് തന്നെയാണ് സ്വപ്ന. കേരളത്തനിമയിലേക്ക് എന്ന സന്ദേശം ഉയർത്തിയാണ് ഈ ധർമ്മ സന്ദേശ യാത്ര ആരംഭിച്ചത്. അതാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ സമാപിച്ചത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഹിന്ദു നേതൃത്വ സമ്മേളനമായിരുന്നു നടന്നു വന്നത്. അത് ഇപ്പോൾ സമാപിച്ചു. അതിൽ വിവിധ മതങ്ങളിലുള്ള സന്യാസി ശ്രേഷ്ഠരും സാമൂഹിക സാമുദായിക സംഘടനാ നേതാക്കളും ഒക്കെ പങ്കെടുത്തു. ഇന്ന് വൈകുന്നേരം ഈ സന്യാസി ശ്രേഷ്ഠർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കും. അതിനുശേഷം
രാജകുടുംബാംഗമായ അച്യുത തിരുനാൾ ഗൗരി ലക്ഷ്മിബായി നിലവിളക്ക് തെളിയിക്കും. അതിനുശേഷം ചെണ്ടമേളങ്ങളുടെയും പഞ്ചവാദ്യങ്ങളുടെയും അകമ്പടിയോടെയായിരിക്കും ഈ സന്യാസി ശ്രേഷ്ഠർ ധർമ്മ സന്ദേശ യാത്രയായി ഗാന്ധി പാർക്കിൽ എത്തിച്ചേരുക. ഈ ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സന്യാസി വര്യന്മാർക്ക് 101 കുട്ടികൾ പുഷ്പവൃഷ്ടി നടത്തും. ഇങ്ങനെ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളോടെയാണ് ഈ ധർമ്മ സന്ദേശയാത്ര സമാപിക്കുന്നത്. ഈ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളും അതിന്റെ സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒക്ടോബർ 7-ാം തീയതി ഈ ഒരു സന്ദേശ യാത്ര ആരംഭിച്ചത്. സ്വപ്നം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ രക്ഷാകർതൃത്വത്തിൽ മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ധർമ്മ സന്ദേശയാത്ര കാസർഗോഡ് നിന്ന് തലസ്ഥാന നഗരി വരെ. ഇന്നിപ്പോൾ തലസ്ഥാന നഗരിയിൽ ഗാന്ധി പാർക്കിൽ പരിസമാപ്തിയാവുകയാണ്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ കൗമാര കുതിപ്പിന് ഇന്ന് ട്രാക്ക് ഉണരും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 28-ാം തീയതിയാണ് സമാപനം. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കാണ് തലസ്ഥാനം വേദിയാകുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒളിമ്പിക്സ് മത്സരക്രമങ്ങളുടെ അതേ മാതൃകയിലാണ് സ്കൂൾ കായികമേള സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ IM വിജയനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് ദീപശിഖ തെളിയിക്കും. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാകും ഉദ്ഘാടന ചടങ്ങിന് തുടക്കമാവുക. തുടർന്ന് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന കലാപരിപാടികളും അരങ്ങേറും. 3000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും ഓരോ ജില്ലയിൽ നിന്നും 300 കുട്ടികൾ പങ്കെടുക്കുന്ന വിപുലമായ മാർച്ച് പാസ്റ്റുമാണ് ഒരുക്കിയിരിക്കുന്നത്. 16ഓളം സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേളയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് മേളയുടെ ബ്രാൻഡ് അംബാസിഡർ. ചലച്ചിത്ര താരം കീർത്തി സുരേഷാണ് മേളയുടെ ഗുഡ്വിൽ അംബാസിഡർ. മേളയിൽ 20,000-ത്തിലധികം താരങ്ങൾ പങ്കെടുക്കും. ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പഠിപ്പിക്കുന്ന 7 സ്കൂളുകളിൽ നിന്നും 35 കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ ഈ സംഘത്തിൽ 12 പെൺകുട്ടികൾ കൂടി ഉണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. 1000-ഓളം ഒഫീഷ്യൽസും 2000-ഓളം വോളണ്ടിയർമാരും കായിക മാമാങ്കത്തിന്റെ ഭാഗമാകും. സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഗാനരചനയും സംഗീത സംവിധാനവും ഗാനാലാപനവും നിർവഹിച്ച തീം സോങ് ആണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകതയുമുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണ കപ്പാണ് സമ്മാനിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.